ഹലോ ഡിയർ ഓൾ, വെൽക്കം ബാക്ക് ടു സാൻഡി സോയ ഫാഷൻ. ദിസ് ഈസ് സാൻഡി. ഇന്ന് നമ്മൾ പല തരത്തിലുള്ള പാരറ്റ് ഷെയ്ഡിൽ വരുന്ന, അതായത് 3 ഷെയ്ഡ്സിൽ വരുന്ന ഖാദി കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിനൊരു ലിനന്റെ ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ട്, ഒപ്പം സരി ബോർഡറും ഉണ്ട്. അപ്പോൾ ഒരു കോട്ടൺ സാരി എന്നുള്ള രീതിയിൽ നമുക്ക് അഡ്രസ് ചെയ്യാം. കാരണം സ്പെസിഫിക്കലി ഖാദി കോട്ടന്റെ ഒരു വെയിറ്റിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആണ്, ഒപ്പം സരി ബോർഡേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഷെയ്ഡ്സ് ആയിട്ട് നാല് യുണീക് ഷെയ്ഡ്സ് ആണ്, യുണീക് പാരറ്റ് ഷെയ്ഡ്സ് പോലെയാണ് കാണുന്നത്. ഏകദേശം ഒരു കരീബിയൻ പാരറ്റ്സിന്റെ ഷെയ്ഡ്സ് പാറ്റേണിലാണ് ഇത് വീവ് ചെയ്ത് വന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ. ഫസ്റ്റ് വരുന്നത് ഈ മനോഹരമായിട്ടുള്ള സാരിയാണ്. ഇതിന്റെ റെഫറൻസ് ഇമേജ് ഞാനിങ്ങനെ സൈഡിൽ കൊടുക്കാം. ഇതിൽ വന്നിരിക്കുന്നത് മുന്താണിയുടെ സൈഡിൽ ആഷ് ആണ് വരുന്നത്. ബ്ലൗസ് പീസ് ആഷ് എന്ന് വെച്ചാൽ ഒരു വൈറ്റ് കലർന്ന ഒരു ആഷാണ് കേട്ടോ, ലൈറ്റ് ആഷ് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം അത് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ആഷിന്റെ തന്നെ ഒരു വേരിയേഷൻ ആണ്. പിന്നെ ഈ ഭാഗത്ത് ഡാർക്ക് ആഷാണ് വരുന്നത്. അതിനുശേഷം ബ്ലൗസ് പീസും ഡാർക്ക് ആഷാണ്. ഇതിന്റെ ഇടയ്ക്ക് വരുന്നത് പിങ്ക് ഷെയ്ഡാണ്. അതായത് 3 ഷെയ്ഡ്സിന്റെ കോമ്പിനേഷൻ ആണ് ഇതിൽ വരുന്നത്. ഈ പെർട്ടിക്കുലർ ഒരു ലൈറ്റ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ആഷ് കളർന്ന ഒരു വൈറ്റും പിന്നെ ഡാർക്ക് ആഷും പിങ്കും കൂടി ചേർന്ന കോമ്പിനേഷൻ ആണ് ഇതിൽ വരുന്നത്. ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഈ ഡാർക്ക് ആഷിലാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള സാരിയാണ്. ഇതിന്റെ റെഫറൻസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് റെഫറൻസ് ഇമേജിൽ നോക്കിക്കോളും. അടുത്തത് ശരിക്കും ഒരു എന്താ പറയാ, റെഡ് പാരറ്റിന്റെ ഒരു ഷെയ്ഡ് കോമ്പിനേഷൻ ആണ്. ഇതിൽ ഈ വീഡിയോയിൽ ഭയങ്കര റെഡ് ആയിട്ട് തോന്നും, പക്ഷെ അങ്ങനെയല്ല, നല്ല ഭംഗിയുള്ള ഒരു റെഡ് ആണ് കേട്ടോ. അതിന്റെ റെഫറൻസ് ഇമേജ് നിങ്ങൾ നോക്കിയാൽ മതി. നല്ല ഭംഗിയുള്ള ഒരു റെഡും പിങ്കും മെറൂണും കൂടി ചേർന്ന കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. ഇതിന്റെ മുന്താണി ഏകദേശം ഒരു നല്ലൊരു എന്താ പറയാ, ബ്ലഡ് റെഡ് അല്ല, ആക്ച്വലി നല്ല ഭംഗിയുള്ള ഒരു റെഡ് ആണിത്. അതേ മുന്താണിയുടെ കളറിലാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ തന്നെ ഒരു ഡാർക്കർ വേർഷൻ വരുന്നുണ്ട്, അതായത് ഒരു മെറൂണിഷ് റെഡ്. ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു മെറൂണിഷ് റെഡ്, അതായത് ഈ ഒരു കോമ്പിനേഷൻ എന്ന് വെച്ചാൽ റെഡ് മെറൂണും പിന്നെ ഒരു പിങ്ക്, ഇതിന്റെ ഇടയ്ക്ക് ഒരു പിങ്ക് ഷെയ്ഡും കൂടെ വരുന്നതാണ്. ഇവിടുത്തെ നല്ല ഭംഗിയാണ്. ഇത് ഓൾറെഡി ഒരു കസ്റ്റമർ വാങ്ങിച്ചിട്ട് അതിന്റെ കസ്റ്റമർ ഇമേജ് നമ്മുടെ കയ്യിലുള്ളതാണ്. അടുത്തത് ശരിക്കും പച്ചയുടെ കോമ്പിനേഷൻ ആണ്. പച്ച തത്തമ്മയെ പോലെ മനോഹരമായിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഇതിലും വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡിംഗ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇത് മെയിൻലി വരുന്നത് ബ്രൗണും ഒരു നല്ല ഭംഗിയുള്ള ഒരു പാരറ്റ് ഗ്രീനും പിന്നെ ഗ്രീനും പാരറ്റ് ഗ്രീനും കൂടെ മിക്സ് ചെയ്ത ഒരു ഷെയ്ഡും കൂടി, ഇങ്ങനെ 3 ഷെയ്ഡ്സിലാണ് വരുന്നത്. ഈ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉടുക്കുമ്പോൾ ഒരു അസാധ്യ ലുക്കാണ് ഇത് കാണാനായിട്ട്. ഇതിന്റെ മുന്താണി വരുന്നത് ഈ ഒരു മിക്സഡ് ഗ്രീനിലാണ് വരുന്നത്. ഇതേ മുന്താണിയുടെ കളറിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഫ്ലൂറസെന്റ് ഗ്രീനും ഈ ഒരു ഗ്രീനും എന്താ പറയുക ബ്രൗണും കൂടെ മിക്സ് ചെയ്ത ഈ ഒരു ഷെയ്ഡും വരും. ഇനി നല്ല ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമുള്ള ആളുകൾക്ക് യെല്ലോയുടെ തന്നെ ഡിഫറെന്റ് ഷെയ്ഡിന്റെ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത്. അതായത് ഒരു ലൈറ്റ് യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചന്ദന കളർ എന്ന് വേണമെങ്കിൽ പറയാം. ചന്ദന കളറിൽ ഒരു യെല്ലോയിഷ് ഒരു എന്താ പറയുക കളർ കൂടി നിൽക്കുന്ന ഒരു ഷെയ്ഡാണിത്. എന്നിട്ട് ഇതിന്റെ തന്നെ തൊട്ടപ്പുറത്തെ ഒരു എന്താ പറയുക നല്ല മഞ്ഞ, മാമ്പഴ മഞ്ഞ കളറാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതിലേക്ക് വരുന്ന കോമ്പിനേഷൻ ഈ ഓറഞ്ച് ആണ്, നല്ലൊരു ബ്രൈറ്റ് ഓറഞ്ച് ആണ് വരുന്നത്. ഈ 3 കളേഴ്സാണ് ഇതിൽ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത്. ഇതിന്റെ മുന്താണി വരുന്നത് ഈ ഒരു ചന്ദന കളറിന്റെ ഒരു ഡാർക്ക് യെല്ലോയിഷ് ചന്ദന കളർ എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു പാറ്റേണിലാണ് വരുന്നത്. അതേ കളറിൽ തന്നെയാണ് അതിന്റെ തന്നെ ഒരു ഇച്ചിരി ഒരു ബ്രൈറ്റ് വേരിയേഷനിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഈ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. കൂടുതൽ പ്രോഡക്റ്റ്സ് കാണാനായിട്ട് കാറ്റലോഗ് ചെക്ക് ചെയ്യുക.